കോഴിക്കോട് പുഷ്പ ജംഗ്ഷൻ സമീപം സെന്റ് പാട്രിക്സ് പള്ളിയോട് ചേർന്ന കെട്ടിടത്തിന് തീപിടിച്ചു. ഇന്ന് പുലർച്ചോടെയാണ് കെട്ടിടത്തിനും സമീപത്തെ കാറിനും തീപിടിച്ചത്. സംഭവ സമയത്ത് മതിലിന് മുകളിലൂടെ ഒരാൾ നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4:30ഓടെയാണ് സെന്റ് പാട്രിക്സ് പള്ളിയുടെ മതബോധന ഓഫീസ് കെട്ടിടത്തിന് തീപിടിച്ചത്. തീ ആളിക്കത്തുന്നത് കണ്ട സമീപത്തെ വീട്ടുകാർ പള്ളി വികാരിയെ വിവരമറിയിക്കുകയായിരുന്നു. കെട്ടിടം പൂർണ്ണമായും സമീപത്ത് നിർത്തിയിരുന്ന കാറ് ഭാഗികമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഒരാൾ മതിലിനു മുകളിൽ കയറുന്നതും പള്ളി കോമ്പൗണ്ടിലേക്ക് ഇറങ്ങുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 5 മണി കഴിയുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു, ഇങ്ങനെ ഇവിടെ കത്ത് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പള്ളിമേടയും പിന്നെ കാറും കത്തുന്നതായിട്ടാണ് കണ്ടത്. കത്തിക്കുന്നതായിട്ടൊരു CCTVയിൽ ഒരാൾ അതിൽ മേലെ കൂടി കയറി നടക്കുന്നതും പിന്നെ അതിൽ വന്നിരിക്കുന്നതും ബിൽഡിങ്ങിന് മേലെ വന്നിരിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഇറങ്ങി പോകുന്നതായിട്ടും കാണുന്നുണ്ട്. സമീപത്തെ പള്ളിയുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് തീ പടരാതിരുന്നത് ആശ്വാസമായി. മുൻപ് വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് പറഞ്ഞ് പരിഹരിച്ചിരുന്നു. സമീപത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് നീക്കം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.